ഇനി നമുക്ക് ഖത്തറിലെ സൂക്ക് വാക്കിഫിലേക്ക് പോകാം. അവിടെ മാമ്പഴക്കാലമാണ്. ഇന്ത്യയിൽ നിന്നെത്തിയ മാമ്പഴത്തിൻ്റെ രുചിപ്പെരുമയുമായി മാമ്പഴ ഉത്സവം. ഖത്തറിലെ പരമ്പരാഗത വിപണന കേന്ദ്രമായ സൂക്ക് വാക്കിഫ് കഴിഞ്ഞ 10 ദിനങ്ങളിലായി സൂക്കിനെ കൂടുതൽ സജീവമാക്കിയത് ഇന്ത്യൻ മാമ്പഴങ്ങളുടെ രുചിവൈവിധ്യമാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇറക്കുമതി ചെയ്ത 55ഓളം ഇനം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. മാമ്പഴങ്ങളുടെ രുചി അറിയാനും സ്വന്തമാക്കാനും പ്രവാസികൾക്കൊപ്പം സ്വദേശികളും മത്സരിച്ചെത്തിയതോടെ കച്ചവടം പൊടിപൊടിച്ചു. You know, the mango festival from India is very important for the world, not just for Qatar. From beginning, the Indian no need something to tell us this is mango. The mango is very famous in India, very famous in the world. It's coming from India. The best one, it's coming from India. This is why we are interested to invite the farm for mango from India to our tent and our culture. പല രാജ്യക്കാരും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ ഒരു കണ്ടമാനം ബോക്സാണ്, ഒരുപാട് ബോക്സ് കണക്കിനാണ് കൊണ്ടുവന്ന് മാങ്ങ. അതുപോലെ തന്നെ മറ്റു രാജ്യക്കാർ, യൂറോപ്യൻസ്, ചൈനീസ്, ഫിലിപ്പീൻസോ ഒരുപാട്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെയും സൂക്ക് വാക്കിഫിന്റെയും മേൽനോട്ടത്തിലാണ് ഹംബ മാമ്പഴ പ്രദർശനം നടന്നത്. നാട്ടുമാങ്ങയുടെ മധുരത്തിനും നാട്ടോർമ്മകൾക്കും മങ്ങലേറ്റ് തുടങ്ങിയ പ്രവാസികൾക്ക് പഴയ മാമ്പഴക്കാലത്തേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു സൂക്കിലേക്കുള്ള ഈ യാത്ര. കുട്ടിക്കാലത്ത് നുണഞ്ഞ നാടൻ മാങ്ങകളുടെ രുചി മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മാമ്പഴങ്ങൾ വരെ നാവിന് വിരുന്നൂട്ടി. അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും മാങ്ങയുടെ വിവിധ വെറൈറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാം നല്ലതാണ്, എല്ലാം നല്ല ടേസ്റ്റാണ്. ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റാണ്. മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസാണ്. ഞാനിപ്പം 1 മാസം ആയതേ ഉള്ളൂ ഫാമിലി വന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മാംഗോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള മാംഗോസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ അവർ അനുവദിക്കുന്നുണ്ട്, അതിന് വലിയൊരു കാര്യം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് മാംഗോ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം നല്ല രസമാണ്. ഫുൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. മാമ്പഴങ്ങൾ മാത്രമല്ല, മാമ്പഴങ്ങൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാലും സന്ദർശകരെ സന്തോഷിപ്പിച്ചു ഹംബ പ്രദർശനം. പാനിപുരി, ഇഡലി, ഐസ്ക്രീം, അവിൽ മിൽക്ക് തുടങ്ങി എല്ലാ വെറൈറ്റികൾക്കും കയ്യടി കിട്ടി. മാംഗോ ഫെസ്റ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരുവിധം എല്ലാ മാംഗോസും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. മാംഗോ ഫലൂഡ, ഐസ്ക്രീംസ്, പിന്നെ മിക്സ്ചർ, ഒരുപാട് മാംഗോസ് ടേസ്റ്റ് ചെയ്തു. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങ സീസണാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മാംഗോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മാംഗോസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. I feel really nice, spicy and sweetness mixed together. That's all. I mean, we just arrived here, so I'm still trying a lot of things, but I think they'll be really great. I'm still trying, and this is the best thing I've ever tried. Like the pani puri over there was delicious, that too. Mango kulfi is also very nice. Every stall is very delicious and mango is, so we like it. And this festival we are feeling very excited and everyone is enjoying here, so we are getting rich. പ്രവാസി ഇന്ത്യക്കാർക്ക് ഓർമ്മകളിലേക്കുള്ള മടങ്ങിപ്പോക്കായിരുന്നെങ്കിൽ സ്വദേശികൾക്കും ഖത്തറിലെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും ഇന്ത്യൻ മാമ്പഴങ്ങളുടെ വൈവിധ്യം ആസ്വദിക്കാനുള്ള അവസരമായിരുന്നു ഇത്. It's very nice here. The weather is very hot, so it's nice to be here inside by the Mango Festival. And it's my first time at the Mango Festival. Very nice mangoes. A lot of people. It's very busy. And also, there's a lot of spicy mangoes. I'm not one for spicy, but there's sweet things too. മാമ്പഴ ഫെസ്റ്റിവലിന്റെ 10 ദിനങ്ങളിലും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് സൂക്കിലെത്തിയത്. വിൽപ്പന 1,00,000 കിലോ കടന്നു. പുതുമയാർന്ന രുചികൾ നുണയാൻ ഇനി അടുത്ത മാമ്പഴക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ് പ്രവാസികളും ഖത്തറിലെ മാമ്പഴ പ്രേമികളായ സ്വദേശികളും.